ഹായ്, വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. CUT എക്സാം എഴുതി ICARന്റെ കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8-ാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ റാങ്ക് ജനറേഷൻ്റെ സമയം, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ICAR ഒരു റാങ്ക് പട്ടിക പുറത്തിറക്കും. ആ റാങ്ക് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് നടത്താം പല യൂണിവേഴ്സിറ്റിയിലും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, അതുപോലെ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ നിങ്ങൾ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അലൈഡ് സയൻസ് അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രാവശ്യം NIRF റാങ്കിങ് വന്നിട്ടുണ്ട്. NIRF റാങ്കിങ് നിങ്ങൾക്കറിയാം, നാഷണൽ ലെവലിൽ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും മറ്റുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ റാങ്ക് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ജനറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, NIRFൻ്റെ വെബ്സൈറ്റ് എടുക്കുക. നമുക്കറിയാം NIRFindia.org ആണ്. അതിൽ പോയാൽ നിങ്ങൾക്ക് റാങ്കിങ് 2025, ഇത് 2025 ഇനി നിങ്ങൾ നോക്കേണ്ടത്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നിങ്ങൾക്ക് ICARന് കീഴിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് വരുന്നത്. ആദ്യത്തെ ടോപ്പ് 100 റാങ്കിങ്ങിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, IARI. അത് ന്യൂഡൽഹിയിൽ, അതിൻ്റെ മാർക്ക് നിങ്ങൾക്കറിയാം, സ്കോർ 89.23 ഫസ്റ്റ് റാങ്കാണ്. പിന്നെ വരുന്നത് ICAR നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ റാങ്കിങ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, നെക്സ്റ്റ് വരുന്നത് പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടെയൊക്കെ നിങ്ങൾ പല ആളുകളും അഗ്രികൾച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് ഒരു ഫാക്കൽറ്റിയുള്ള യൂണിവേഴ്സിറ്റിയിൽപ്പെട്ടതാണ് ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതിൽ 4-ാം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറ്റാനഗർ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി വന്നത് നോക്കൂ, തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ പറയുന്ന സീറ്റുകൾ കാണുന്നില്ല, CUT വഴി സീറ്റുകൾ കാണുന്നില്ല. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് കാശ്മീർ, ശ്രീനഗറിലാണ്, അത് 7-ാം സ്ഥാനത്തുണ്ട്. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, അത് മുംബൈയിൽ, മഹാരാഷ്ട്രയിലുള്ള ഫിഷറീസ് യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് വരുന്നത് ചൗധരി ചരൺ സിംഗ് ഹരിയാന അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഹരിയാനയിൽ. നെക്സ്റ്റ് 10-ാമത്താണ്, അതിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. 9-ാമത്തത് GB പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, പാറ്റ്നഗർ, ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതിൽ നമ്മുടെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങളവിടെ CUT വഴി സീറ്റുകളുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, 11-ാമത് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ബാംഗ്ലൂരിലുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അതും നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ള വരുന്നതാണ്. നെക്സ്റ്റ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ. നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റി, അത് മാത്രമല്ല പൊതുവെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിക്ക് ഈ പ്രാവശ്യം റാങ്കിങ്ങിൽ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലുള്ളതാണ്, 12-ാമത്തെ സ്ഥാനത്താണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. നെക്സ്റ്റ് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, തഞ്ചാവൂർ. നമുക്കറിയാം അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതെവിടെയാണ് വരുന്നത്, ബീഹാറിലാണ്. പിന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്, ബിന്ദ അല്ലേ, ബിധാൻ
ചന്ദ്ര കൃഷി വിശ്വവിദ്യാലയ, അത് വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലുള്ള, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പ്രൈവറ്റ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അത് പഞ്ചാബിലാണ് വരുന്നത്. ആസാം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അത് വരുന്നത് ആസാമിൽ തന്നെ. ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി എവിടെയാണ്? ഒഡീഷയിലാണ്. ഡോക്ടർ YS പർമാർ യൂണിവേഴ്സിറ്റി ഓഫ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫോറസ്റ്റ് ഹിമാചൽ പ്രദേശ്. ബാബാ സാഹബ് ഭീമറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നൗ ഉത്തർപ്രദേശ്. അപ്പോൾ അടുത്ത 20 വരെയുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 21 ഇപ്പം പറഞ്ഞത് ബാബാ സാഹിബ് ഭീമറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ് ഹരിയാന, സോനിപ്പറ്റിലുള്ള ഹരിയാനയിലുള്ള, അതിനാണ് 22 വരുന്നത്. ഷെറേ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി, അത് മാറിപ്പോകരുത് കേട്ടോ, 2 യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അത് 54 പോയിന്റുമായിട്ട് 23-ാം സ്ഥാനത്താണ്. നേരത്തെ നിങ്ങൾ നോക്കൂ, ഷെറേ അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യം നിങ്ങൾ ഇവിടെ അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് കാശ്മീർ, ശ്രീനഗറിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ജമ്മുവിലും ശ്രീനഗറിലും 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ പ്രൊഫസർ ജയശങ്കർ തെലങ്കാന യൂണിവേഴ്സിറ്റി 24, സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി 24 തന്നെയാണ് വന്നിട്ടുള്ളത്, അവിടെ 25 ഇല്ല. പിന്നെ തമിഴ്നാട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി 26. ഇങ്ങനെ ആനന്ദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വരുന്നത് ഗുജറാത്തിലുള്ള ആനന്ദിലുള്ള യൂണിവേഴ്സിറ്റി 27, ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയ 28. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണാം. ഈ ലിസ്റ്റ് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് പലപ്പോഴും പല യൂട്യൂബിലൂടെയും നിലവിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും വരാനുള്ള കട്ട് ഓഫ് മാർക്കുകളെ കുറിച്ചുള്ള പ്രഡിക്ഷനൊക്കെ ഉണ്ടാവും. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ മാർക്ക് പേഴ്സൻറ്റേജിലായിരിക്കും. ഇപ്രാവശ്യം മറ്റുള്ള COET NCET എക്സാമുകൾക്കൊക്കെ പേഴ്സൻറ്റേജിലാണ് മാർക്ക് വന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ ഉയരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സാധ്യതകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ റോ സ്കോറിൽ നിങ്ങളെ മാർക്ക് അനുസരിച്ചായിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും നിങ്ങളെ അഡ്മിഷന് വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ റാങ്ക് ജനറേഷന് ശേഷം യൂണിവേഴ്സിറ്റി ചോയ്സ് ഫില്ലിംഗ് നോക്കുക, അവിടെ നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം. എന്നിട്ട് ആണ് നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുക, എന്നിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.